ഹലോ ഓൾ, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ടൈപ്സ് ഓഫ് ഫ്ലോ മീറ്റേഴ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് സിലബസിലുള്ളത് 2 ടൈപ്പ് ഫ്ലോ മീറ്റർ ആണെന്ന് പറഞ്ഞു. അപ്പോൾ ആ 2 ടൈപ്പ് ഫ്ലോ മീറ്റർ നമുക്കിവിടെ കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ട് നോക്കാം. ഓക്കെ, നമ്മളിവിടെ നേരത്തെ പറഞ്ഞതാണ് അൾട്രാസോണിക് ഫ്ലോ മീറ്ററും ഇലക്ട്രോ മാഗ്നറ്റിക് ഫ്ലോ മീറ്ററാണ് നമുക്ക് സിലബസിൽ മെയിനായിട്ട് പറയുന്നതാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ലെറ്റ് us see what is an electromagnetic flow meter. അപ്പോൾ അതെന്താ പ്രത്യേകത എന്ന് വെച്ചാൽ എല്ലാത്തിലും മെഷർ ചെയ്യുന്നത് ഫ്ലോ തന്നെയാണ് കേട്ടോ. Electromagnetic flow meter uses Faraday's laws of electromagnetic induction to determine the flow of liquid in a pipe. ഒരു പൈപ്പിൽ കൂടെയുള്ള ലിക്വിഡിന്റെ ഫ്ലോ, ലിക്വിഡോ അല്ലെങ്കിൽ അത് ഗ്യാസോ എന്താണെന്ന് വെച്ചാൽ അതിന്റെ ഫ്ലോ മെഷർ ചെയ്യാനായിട്ട് ഫാരഡേസ് ലോ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് അതിനെ എന്ത് വിളിക്കാം? ഇറ്റ് ക്യാൻ ബി കോൾഡ് ആസ് എൻ ഇലക്ട്രോമാഗ്നറ്റിക് ഫ്ലോ മീറ്റർ. വാട്ട് അബൌട്ട് ദി ഓപ്പറേറ്റിംഗ് പ്രിൻസിപ്പിൾ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഫ്ലോ മീറ്റർ? The operation of electromagnetic flow meter or a magnetometer is based upon Faraday's law. It states that the voltage induced across any conductor as it moves at right angles through a magnetic field is proportional to the velocity of the conductor. നമുക്കറിയാം force is equal to BLV എന്ന് നമുക്കറിയാം. BLV sin theta നമുക്ക് അറിയുന്ന കാര്യമാണ്. അതിനകത്ത് തീറ്റ എന്നുള്ള ആംഗിൾ 90 ഡിഗ്രി ആണെങ്കിൽ സൈൻ 90 ആവും, അപ്പോൾ 1 ആവും. അപ്പോൾ BLV എന്ന് നമുക്കറിയാം. ഫോഴ്സ് ഇസ് ഈക്വൽ ടു അല്ലെങ്കിൽ വോൾട്ടേജ് ഇൻഡ്യൂസ്ഡ് ഇസ് ഈക്വൽ ടു BLV നമുക്ക് അറിയുന്ന ഒരു കാര്യമാണ്. ഓക്കെ, അപ്പൊ ആ ഒരു ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ ആ ഒരു ഐഡിയ ഉപയോഗിച്ചിട്ടാണ് ഇലക്ട്രോമാഗ്നറ്റിക് ഫ്ലോ മീറ്റർ വർക്ക് ചെയ്യുന്നത്. മാഗ്നറ്റിക് ഫ്ലോ മീറ്റേഴ്സ് ഹാവ് ബീൻ വൈഡ്ലി യൂസ്ഡ് ഇൻ ഇൻഡസ്ട്രി ഫോർ മെനി ഇയേഴ്സ്. കുറെ കൊല്ലമായിട്ട് മാഗ്നറ്റിക് ഫ്ലോ മീറ്റേഴ്സ് യൂസ് ചെയ്യാറുണ്ട്. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഈസിയാണ്, ഇൻസ്റ്റാൾ ചെയ്യാൻ ഈസിയാണ്. പിന്നെ നമുക്ക് എക്സിസ്റ്റ് ചെയ്യുന്ന പൈപ്പിന്റെ മുകളിൽ നമുക്കത് എളുപ്പത്തിൽ ഫിക്സ് ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ അതിന് റിവേഴ്സ് ഫ്ലോ മെഷർ ചെയ്യാൻ പറ്റും. തിരിച്ചുള്ള ഫ്ലോ ഉണ്ടെങ്കിൽ മെഷർ ചെയ്യാൻ പറ്റും. അതിന് വിസ്കോസിറ്റിയോ ഡെൻസിറ്റിയോ ഫ്ലോയിൽ ഉണ്ടാവുന്ന ഡിസ്റ്റർബൻസോ കൊണ്ടൊന്നും പ്രശ്നങ്ങളൊന്നുമില്ല. അതുപോലെ ഫ്ലോയിൽ ഉണ്ടാവുന്ന ചേഞ്ചിന് പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യാൻ പറ്റും. അതായത് ഇപ്പൊ നമുക്കൊരു പെർട്ടിക്കുലർ സ്പീഡിലാണ് ഫ്ലോ ചെയ്തിരുന്നത്, അതിന്റെ സ്പീഡ് പെട്ടെന്ന് കൂടിയാലും ആ ചേഞ്ചിന് പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യാൻ പറ്റും. ഇലക്ട്രോമാഗ്നറ്റിക് ഫ്ലോ മീറ്റർ യൂസസ് ഫാരഡേസ് ലോസ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. അപ്പൊ എന്താ ഫാരഡേസ് ലോസ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? നമുക്ക് ഇൻഡ്യൂസ്ഡ് വോൾട്ടേജ് ഇൻ ഇലക്ട്രോമാഗ്നറ്റിക് ഫ്ലോ മീറ്റർ ലീനിയർലി പ്രൊപ്പോർഷണൽ ടു ദ മീൻ വെലോസിറ്റി ഓഫ് ദ ലിക്വിഡ്. അതായത് എത്ര സ്പീഡിലാണോ ഫ്ലോ ചെയ്യണതിനനുസരിച്ച് അല്ലെങ്കിൽ എത്ര വെലോസിറ്റിയോട് കൂടിയാണോ ഫ്ലോ ചെയ്യണതിനനുസരിച്ച് അതിന് പ്രൊപ്പോർഷണൽ ആയിട്ടൊരു വോൾട്ടേജ് ആണ് നമുക്ക് കിട്ടുക. അപ്പൊ ഇത് അതിന്റെ കൺസ്ട്രക്ഷൻ ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതിൽ നമുക്കൊരു കോർ ഉണ്ട്, കോറിന് മുകളിൽ നമ്മളൊരു കോയിൽ ചുറ്റിയിട്ടുണ്ട്. അതിനിടയിൽ കൂടെ നമുക്ക് ഈ ഏത് പൈപ്പിൽ കൂടെയുള്ള വെള്ളത്തിന്റെ അല്ലെങ്കിൽ ഫ്ലൂയിഡിന്റെ ഫ്ലോ ആണോ മെഷർ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പൈപ്പിന് ചുറ്റുമായിട്ടാണ് നമ്മൾ ഈ മാഗ്നറ്റിക് മെറ്റീരിയൽ വെച്ചിട്ടുണ്ടാവുക. അതുപോലെ നമ്മളിവിടെ ഒരു ഇലക്ട്രോഡ് വെച്ചിട്ടുണ്ടാവും. പിന്നെ നമുക്ക് ഈ ഫ്ലൂയിഡ് ഫ്ലോ ഇതിലെ മെഷർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഈ പൈപ്പിന് ഈ ഒരു പോർഷൻ നമുക്കൊരു നോൺ മെറ്റാലിക് പോർഷൻ ആയിരിക്കും. പൈപ്പിന്റെ ഒരു നോൺ മെറ്റാലിക് പോർഷനാണ് ഈ ഒരു കോറിന്റെ ചോട്ടിൽ വന്നിട്ടുള്ളത്. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ദി ഫ്ലോ ഓഫ് മെഷർമെന്റ്സ് ഓഫ് സ്ലറീസ്, സ്ലഡ്ജ് ആൻഡ് എനി ഇലക്ട്രിക്കലി കണ്ടക്ടിംഗ് ലിക്വിഡ്. ഇലക്ട്രിക്കലി കണ്ടക്ടിംഗ് ലിക്വിഡിന്റെ ആണ് അത് മെഷർമെന്റിന് വേണ്ടി ഉപയോഗിക്കുക. നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ഉള്ള ഒരു ലിക്വിഡിന്റെ. ഓക്കെ, ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ബേസിക്കലി എ പെയർ ഓഫ് ഇൻസുലേറ്റഡ് ഇലക്ട്രോഡ്സ് in the opposite sides of a non-conducting non-magnetic pipe. ഈ ഒരു നോൺ കണ്ടക്ടിങ് നോൺ മാഗ്നറ്റിക് പൈപ്പിന്റെ 2 സൈഡിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു സെറ്റ് ഓഫ് ഇലക്ട്രോഡ് വെച്ചിട്ടുണ്ടാവും. അതൊരു ഇൻസുലേറ്റഡ് ഇലക്ട്രോഡ് ആയിരിക്കും. പിന്നെ നമുക്ക് ഈ പൈപ്പിന്റെ ചുറ്റും ഒരു ഇലക്ട്രോ മാഗ്നറ്റ് ഉണ്ടായിരിക്കും. ഈ മാഗ്നറ്റ് ആയിരിക്കും നമുക്ക് വേണ്ട സഫീഷ്യന്റ് ആയിട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാവുക. അതുപോലെ തന്നെ നമുക്കൊരു ഇത് ശരിക്കും എന്തിനോട് ഈക്വലന്റ് ആണ്? നമുക്കൊരു കണ്ടക്ടർ ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ കൂടെ മൂവ് ചെയ്യുന്നതിനോട് ഈക്വലന്റ് ആണ്. ഇവിടെ ഒരു കണ്ടക്ടിങ് ലിക്വിഡ് ഉണ്ട്, ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. അപ്പോൾ ഈ കണ്ടക്ടിങ് ലിക്വിഡ് മാഗ്നറ്റിക് ഫീൽഡിൽ കൂടെ മൂവ് ചെയ്യുന്നതിനോട് ഈക്വലന്റ് ആണ്. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഒരു കണ്ടക്ടിങ് ലിക്വിഡ് ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ കൂടെ മൂവ് ചെയ്യുന്നതിനോട് ഈക്വലന്റ് ആണ് എന്നത് നമുക്ക് എങ്ങനെ ഈക്വലന്റ് ആയിട്ട് പറയാം? നമുക്കൊരു കണ്ടക്ടർ ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ കൂടെ മൂവ് ചെയ്യുന്നതിനോട് ഈക്വലന്റ് ആയിട്ട് പറയാം. ഒരു കണ്ടക്ടർ ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ കൂടെ മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞു അതിന്റെ എക്സ്പ്രഷൻ E is equal to BLV sin തീറ്റ എന്നുള്ളതാണ്. അതിൽ തീറ്റ എന്ന് പറയുന്നത് ആംഗിൾ ആണ്. ഇവിടെ നമുക്ക് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഫ്ലോ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ തീറ്റ 90 ഡിഗ്രി ആയിരിക്കും. തീറ്റ 90 ഡിഗ്രി ആണെങ്കിൽ സൈൻ 91 ആയിരിക്കും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ എക്സ്പ്രഷൻ E is equal to BLV മാത്രമായിട്ട് മാറും. അതിൽ ഓരോ ടേംസും എന്താണ്? E എന്ന് പറയുന്നത് ഇൻഡ്യൂസ്ഡ് വോൾട്ടേജ് ആണ്, വിച്ച് ഇസ് റെപ്രസെന്റഡ് ഇൻ വോൾട്ട്. പിന്നെ B എന്ന് പറയുന്നത് ഫ്ലക്സ് ഡെൻസിറ്റി ആണ്. ഫ്ലക്സ് ഡെൻസിറ്റിയുടെ യൂണിറ്റ് വെബർ പെർ മീറ്റർ സ്ക്വയർ ആണ്, അല്ലെങ്കിൽ മറ്റൊരു യൂണിറ്റ് ആണ് ടെസ്ല എന്ന് പറയുന്നത്. അതുപോലെ L എന്ന് പറയുന്നത് കണ്ടക്ടറിന്റെ ലെങ്ത് ആണ്. അത് നമുക്ക് ഈ കേസിൽ നമുക്ക് അതുപോലെ തന്നെ ലെങ്ത് ഓഫ് ദ കണ്ടക്ടർ അല്ലെങ്കിൽ അത് പൈപ്പിന്റെ ഡയമീറ്ററിനോട് ഈക്വലന്റ് ആണ്. മീറ്ററിലാണ് കൊടുത്തിട്ടുണ്ടാവുക. V എന്ന് പറയുന്നത് വെലോസിറ്റി ആണ്, മീറ്റർ പെർ സെക്കൻഡിലാണ് വെലോസിറ്റി കൊടുത്തിട്ടുണ്ടാവുക. നമ്മൾ ഏത് ക്വാണ്ടിറ്റി ആണെങ്കിലും അതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് എപ്പോഴും SI യൂണിറ്റ് ആണ് കേട്ടോ ഉപയോഗിക്കുക. SI യൂണിറ്റ് ഉപയോഗിച്ചിട്ട് നമ്മൾ എല്ലാത്തിന്റെയും മെഷർമെന്റും കാര്യങ്ങളൊക്കെ പറയാം.
ഓക്കെ, ഇനി അതിന് എന്തൊക്കെയാണ് അഡ്വാൻറ്റേജ് ഉള്ളത്? നമുക്ക് ഏത് സൈസിലുള്ള പൈപ്പിൽ കൂടെയുള്ള ഫ്ലോയും മെഷർ ചെയ്യാൻ പറ്റും. പിന്നെ നമുക്കവിടെ പ്രഷർ ഡ്രോപ്പ് ഉണ്ടാവുന്ന പോലത്തെ ഒബ്സ്ട്രക്ഷൻസ് ഒന്നും ഉണ്ടാവില്ല. അതായത് അതിന്റെ ഫിക്സേഷൻ കൊണ്ട് നമുക്ക് അതിന്റെ പ്രഷർ ഡ്രോപ്പോ, അതായത് നേരത്തെ ഒഴുകിയിരുന്നതും ഈ ഡിവൈസ് വെച്ചാലും ഒഴുകുന്നത് തമ്മിൽ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. അതുപോലെ ഔട്ട്പുട്ടിൽ ഉണ്ടാവുന്ന വോൾട്ടേജ് നമുക്ക് എത്ര സ്പീഡിലാണ് ഫ്ലോ ചെയ്യണമെന്നുള്ളതിന് പ്രൊപ്പോർഷണൽ ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് വോൾട്ടേജ് ആണ് നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടുക. ഇനി നമുക്ക് അടുത്തത്, അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞത് ഇലക്ട്രോ മാഗ്നറ്റിക് ടൈപ്പ് ആണ്. അതായത് മാഗ്നറ്റിസത്തിന്റെ പ്രിൻസിപ്പിൾ ഉപയോഗിച്ചിട്ട്, ഫാരഡേസ് ലോസ് ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷന്റെ പ്രിൻസിപ്പിൾ ഉപയോഗിച്ച് നമ്മൾ മെഷർ ചെയ്യുകയാണെങ്കിൽ നമുക്കതിനെ ഇലക്ട്രോ മാഗ്നറ്റിക് ടൈപ്പ് ഫ്ലോ മീറ്റർ എന്ന് വിളിക്കാം. ഇനി നമുക്കുള്ളത് അൾട്രാസോണിക് ഫ്ലോ മീറ്റർ ആണ്. അൾട്രാസോണിക് ഫ്ലോ മീറ്ററിനകത്ത് എന്താണ്, നമുക്ക് അൾട്രാസൗണ്ട് ഉപയോഗിച്ചിട്ടാണ് നമ്മളവിടെ മെഷർ ചെയ്യുന്നത്. അൾട്രാസൗണ്ട് നമ്മളിവിടെ ഉപയോഗിക്കുന്നത് വോളിയം ഫ്ലോ എത്രയുണ്ടെന്ന് അറിയാനായിട്ട് അൾട്രാസൗണ്ട് ഉപയോഗിക്കുന്ന ടെക്നിക്കിനെയാണ് നമ്മൾ അൾട്രാസോണിക് ഫ്ലോ മീറ്റർ എന്ന് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു അൾട്രാസൗണ്ടിന്റെ ഒരു പാത്ത് ബീം കൊടുക്കും. അതിപ്പോ എനിക്ക് തോന്നുന്നു പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ടുള്ള സ്കാനിങ്ങിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നതാണ് അൾട്രാസൗണ്ട് സ്കാൻ. അപ്പൊ സൗണ്ട് ഉപയോഗിച്ചിട്ട് നമ്മൾ അതിലെ മൂവ്മെന്റ്സ് ഒക്കെ കണ്ടുപിടിക്കുന്നത്. The flow meter can measure the average velocity along the path of an emitted beam of an ultrasound by averaging the difference in the measured transit time between pulses of the ultrasound propagating into and against the flow. അതായത് നമുക്ക് അതിനൊരു ട്രാൻസിറ്റ് ടൈം ഉപയോഗിച്ചിട്ട് അതിന്റെ ഉള്ളിലേക്ക് പോകാനായിട്ടും തിരിച്ചു വരാനായിട്ടും എത്ര സമയം എടുത്തു എന്ന് നോക്കിയിട്ട് അതിന്റെ ഡിഫറൻസ് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? ട്രാൻസിറ്റ് ടൈം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര സ്പീഡിലാണ് ഫ്ലോ ചെയ്യണമെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അതൊരു മെത്തേഡ്. രണ്ടാമത്തെ മെത്തേഡിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രീക്വൻസി എത്ര ഷിഫ്റ്റ് ചെയ്തു എന്നുള്ളത്. അത് ഡോപ്ലർ ഷിഫ്റ്റ് ടൈപ്പ്. അപ്പൊ അൾട്രാസോണിക് ഫ്ലോ മീറ്റർ രണ്ട് ടൈപ്പ് ഉണ്ട്. ഒന്ന് ട്രാൻസിറ്റ് ടൈം ടൈപ്പും മറ്റേത് ഡോപ്ലർ ഷിഫ്റ്റ് ടൈപ്പും. ട്രാൻസിറ്റ് ടൈമിനകത്ത് എന്താ ചെയ്യുന്നത്? നമുക്ക് ഈ അൾട്രാസൗണ്ട് ഉപയോഗിച്ചിട്ട് നമ്മൾ ആ ഫ്ലോന്റെ ഡയറക്ഷനിൽ അതിന് ട്രാവൽ ചെയ്യാനായിട്ടും, ഈ ബീമിനെ ട്രാവൽ ചെയ്യാനായിട്ടും, അതുപോലെ ഫ്ലോയിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഈ ബീമിനെ ട്രാവൽ ചെയ്യാനായിട്ടും. തീർച്ചയായിട്ടും ആ ഫ്ലോന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ബീമിനെ ട്രാവൽ ചെയ്യാൻ സമയം കൂടുതലെടുക്കും. ഫ്ലോന്റെ ഡയറക്ഷനിൽ ട്രാവൽ ചെയ്യാനായിട്ട് അത്ര ടൈം എടുക്കില്ല, ഇല്ലേ? ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് നോക്കിയിട്ടാണ് നമ്മൾ അതിന്റെ എത്ര സ്പീഡിലാണ് അത് ഫ്ലോ ചെയ്യണമെന്ന് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്കതിനെ ട്രാൻസിറ്റ് ടൈം ടൈപ്പ് അൾട്രാസോണിക് ഫ്ലോ മീറ്റർ എന്ന് പേര് വിളിക്കാം. അതേസമയം അത് ഫ്രീക്വൻസിയുടെ ഷിഫ്റ്റ് വെച്ചിട്ടാണ് അത് എത്ര സ്പീഡിലാണ് ഫ്ലോ നടക്കണേ എന്ന് കണ്ടുപിടിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? അത് ഡോപ്ലർ ഷിഫ്റ്റ് ടൈപ്പ് ആണെന്ന് പറയും. വീണ്ടും പറയാം, രണ്ട് ടൈപ്പ് ഉണ്ട്. ഒന്ന് ട്രാൻസിറ്റ് ടൈം ടൈപ്പും മറ്റേത് ഡോപ്ലർ ഷിഫ്റ്റ് ടൈപ്പും. ട്രാൻസിറ്റ് ടൈം ടൈപ്പിനകത്ത് എന്താ ചെയ്യുന്നത്? ട്രാൻസിറ്റ് ടൈം ടൈപ്പ് അൾട്രാസോണിക് ഫ്ലോ മീറ്ററിനകത്ത് എന്താ ചെയ്യുന്നത്? ആ ഫ്ലോ നടക്കുന്ന ലിക്വിഡിൽ കൂടെ അതിന്റെ ഡയറക്ഷനിൽ ഈ അൾട്രാസൗണ്ട് ബീമിനെ ട്രാവൽ ചെയ്യാൻ എടുക്കുന്ന സമയം, അതുപോലെ അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ അൾട്രാസൗണ്ട് ബീമിനെ ട്രാവൽ ചെയ്യാൻ എടുക്കുന്ന സമയം കണ്ടുപിടിച്ചിട്ട് രണ്ടിന്റെയും ഡിഫറൻസ് ഒക്കെ ഉപയോഗിച്ചിട്ട് അതിനെ ആവറേജ് ചെയ്തിട്ടൊക്കെ നമ്മൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ നമുക്കതിനെ ട്രാൻസിറ്റ് ടൈം ടൈപ്പ് അൾട്രാസോണിക് ഫ്ലോ മീറ്റർ എന്നുള്ള പേര് വിളിക്കാം. അറ്റ് ദ സെയിം ടൈം ഈ ഫ്രീക്വൻസി ഷിഫ്റ്റ് കൊണ്ട് എന്ത് വരുന്നുണ്ട് നോക്കിയിട്ട് നമ്മൾ ആ മെഷർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? അതിനെ ഡോപ്ലർ ഇഫക്റ്റ് ടൈപ്പ് അൾട്രാസോണിക് ഫ്ലോ മീറ്റർ എന്ന് വിളിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ ട്രാൻസിറ്റ് ടൈം എന്ന് പറഞ്ഞു, അത് കൂടുതൽ ഉപയോഗിക്കുന്നത് ട്രാൻസിറ്റ് ടൈം ടൈപ്പ് ആണ്. അപ്പൊ അതിന് നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ്? ഡിഫറൻസ് ഇൻ ടൈം ഫോർ എ സോണിക് പൾസ് ടു ട്രാവൽ ഫിക്സഡ് ഡിസ്റ്റൻസ്. ഒരു പെർട്ടിക്കുലർ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യാൻ എടുക്കുന്ന ടൈം നോക്കിയിട്ടാണ് ആദ്യം നമ്മൾ ഈ ഫ്ലോന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലെ സമയം നോക്കും, അതുപോലെ തന്നെ ഫ്ലോന്റെ സെയിം ഡയറക്ഷനിലെ സമയം നോക്കും, ഫ്ലോന്റെ സെയിം ഡയറക്ഷനിൽ ട്രാവൽ ചെയ്യാൻ എടുക്കാൻ നോക്കുന്ന സമയം നോക്കും. ഇത് രണ്ടും ഉപയോഗിച്ചിട്ട് ആ ഡിഫറൻസ് കണ്ടുപിടിച്ചിട്ടാണ് ട്രാൻസിറ്റ് ടൈം ടൈപ്പിൽ നമ്മൾ കണ്ടുപിടിക്കുന്നത്. പക്ഷെ ഇതിനെന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സെൻസിറ്റീവ് ടു സസ്പെൻഡഡ് സോളിഡ്സ് ഓർ എയർ ബബിൾസ് ഇൻ ദ ഫ്ലൂയിഡ്. നമ്മൾ ഈ ഫ്ലോ ചെയ്യുന്ന ഫ്ലൂയിഡിനകത്ത് നമുക്ക് ചെറിയ ചെറിയ കരടുകൾ ഉണ്ടെങ്കിൽ, അതായത് സസ്പെൻഡഡ് ആയിട്ടുള്ള സോളിഡ്സ് ഉണ്ടെങ്കിൽ, അല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൽ ചെറിയ എയർ ബബിൾസ് ഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ ഒക്കെ ഇതിന്റെ ടൈമിനെ വ്യത്യാസം വരുത്തും, അല്ലെങ്കിൽ ആ ഒരു സെൻസിറ്റിവിറ്റി അതിന് സെൻസിറ്റീവ് ആണ്. വിച്ച് മീൻസ് നമ്മുടെ റിസൾട്ട് ചിലപ്പോൾ തെറ്റായി പോകും. അപ്പൊ നമുക്ക് രണ്ടാമത്തെ മെത്തേഡ് എന്താണ്? ഡോപ്ലർ ടൈപ്പ് ആണ്. അത് കുറച്ചുകൂടി പോപ്പുലർ ആണ്, അതുപോലെ അത്ര എക്സ്പെൻസീവും അല്ല. പക്ഷെ എന്താണെന്ന് വെച്ചാൽ അതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര ആക്യുറസി ഇല്ല ട്രാൻസിറ്റ് ടൈപ്പ് ഫ്ലോ മീറ്ററിന്. നമുക്ക് ഡോപ്ലർ ടൈപ്പിനുള്ള പ്രശ്നം ട്രാൻസിറ്റ് ടൈമിന്റെ അത്രയും എഫിഷ്യൻസി ഇല്ല. അതിലെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഫ്രീക്വൻസിയിൽ ഉണ്ടാവുന്ന ഷിഫ്റ്റ്, ഈ സൗണ്ട് റിഫ്ലക്ട് ചെയ്ത് വരാനായിട്ട് എടുക്കുന്ന ആ ഫ്രീക്വൻസിയിലുള്ള ഷിഫ്റ്റ് നോക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ഡോപ്ലർ ഫ്രീക്വൻസി ഷിഫ്റ്റ് മെത്തേഡിൽ നമ്മൾ കണ്ടുപിടിക്കുന്നത്. അതിൽ നമുക്ക് കോസ്റ്റ് ബൈ, അതായത് നമുക്ക് അതിനകത്തുള്ള സ്കാറ്റേർഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിലുള്ള വെച്ചിട്ടാണ് നമുക്ക് ട്രാൻസിറ്റ് ടൈപ്പ് ഫ്ലോ മീറ്ററിൽ ഉപയോഗിക്കുന്നത്. അപ്പൊ ഇതിനെന്താ പ്രത്യേകത എന്ന് വെച്ചാൽ ഡോപ്ലർ ടൈപ്പിൽ എന്താണെന്ന് വെച്ചാൽ അത് പലപ്പോഴും ഉപയോഗിക്കുന്നത് അതിലത്തെ സസ്പെൻഡഡ് പാർട്ടിക്കിൾസിനെയോ
അല്ലെങ്കിൽ ആ എയർ ബബിൾസും ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ചിട്ടാണ് പലപ്പോഴും ഇത് മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഇത് രണ്ടും കോംപ്ലിമെന്ററി പോലെയാണ്. അതായത് അപ്പൊ നമ്മൾ പറഞ്ഞ പോലെ ഇത് കോംപ്ലിമെന്ററി ആണ്. അതായത് നമുക്ക് ഈ കുറച്ച് ഡേർട്ടി ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ച് സസ്പെൻഡഡ് പാർട്ടിക്കിൾസ് ഉള്ള ഒരു ഫ്ലൂയിഡ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡോപ്ലർ ഫ്രീക്വൻസി ഷിഫ്റ്റ് മെത്തേഡ് ഉപയോഗിക്കാം. അതേസമയം നമുക്ക് ക്ലീൻ ആയിട്ടുള്ള ഒരു ലിക്വിഡ് ആണ്, ഒരു ഫ്ലൂയിഡ് സസ്പെൻഡഡ് പാർട്ടിക്കിൾസോ എയർ ബബിൾസോ ഒന്നും ഇല്ലാത്ത ലിക്വിഡ് ആച്ചാൽ നമുക്ക് ട്രാൻസിറ്റ് ടൈം ടൈപ്പ് അൾട്രാസോണിക് ഫ്ലോമീറ്റർ യൂസ് ചെയ്യാം. നേരത്തെ പറഞ്ഞ പോലെ ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കോംപ്ലിമെന്ററി ആണ്. അതായത് കോമ്പറ്റീറ്റീവ് എന്ന് പറയാൻ പറ്റില്ല. കാരണം ഒരു മെത്തേഡിന് എന്താ പറയുക, സസ്പെൻഡഡ് പാർട്ടിക്കിൾസ് ഉള്ള മെത്തേഡിന് ഡോപ്ലർ മെത്തേഡാണ് ഇഫക്റ്റീവ്. അറ്റ് ദ സെയിം ടൈം സസ്പെൻഡഡ് പാർട്ടിക്കിൾസ് ഇല്ലാത്തതിന് ട്രാൻസിറ്റ് ടൈം ടൈപ്പ് ആണ് ഇഫക്റ്റീവ്. ഓക്കെ, അപ്പൊ ഇതിൽ നമ്മൾ നേരത്തെ പറഞ്ഞു ഈ ട്രാൻസിറ്റ് ടൈം ടൈപ്പിനകത്ത് ഡിഫറൻസ് ആണ് കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞിരുന്നു. അതായത് അപ് സ്ട്രീമിന്റെയും ഡൗൺ സ്ട്രീമിന്റെയും ഡിഫറൻസ് ആണ്. അപ് സ്ട്രീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് ആ ഫ്ലോവിന്റെ എന്താ പറയാ ഡയറക്ഷനിൽ പോണതും ഡൗൺ സ്ട്രീം ഓപ്പോസിറ്റും രണ്ടിന്റെയും തമ്മിലുള്ള ഡിഫറൻസ് ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ ആദ്യം നമ്മൾ പറഞ്ഞിരിക്കുന്നത് അത് പൈപ്പിന്റെ ലെങ്ത്, അതുപോലെ തന്നെ അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ഓഫ് ദ ഫ്ലൂയിഡ് ബിറ്റ്വീൻ ദ ടു ട്രാൻസ്ഡ്യൂസേഴ്സ്, സ്പീഡ് ഓഫ് സൗണ്ട്, എന്ത് സ്പീഡിലാണ് സൗണ്ട് ഫ്ലോ ചെയ്യുന്നത്, എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ ആംഗിളിലാണ് അക്യൂസ്റ്റിക് പാത്തിലുള്ള ആംഗിൾ, അതുപോലെ തന്നെ ആക്സിയൽ ഫ്ലോ വെലോസിറ്റി, ഇതിന്റെ ആക്സിയൽ ഫ്ലോ വെലോസിറ്റി. ഈ ഒരു മെത്തേഡിലാണ് നമ്മളിത് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്കിത് T12 എന്ന് പറയുന്നതാണോ T21 എന്ന് പറയുന്നതാണോ നമുക്ക് കൂടുതലാവുക? T21 എന്ന് പറയുന്നതായിരിക്കും കൂടുതലായിരിക്കുക. അതുപോലെ തന്നെ T12 എന്ന് പറയുന്നതായിരിക്കും കുറവായിരിക്കുക. എന്തുകൊണ്ടാണ് T12 കുറവായിരിക്കാനുള്ള കാരണം? നമുക്കിവിടെ ഡിനോമിനേറ്ററിൽ സം ആണ് വരുന്നത്, ഇവിടെ ഡിനോമിനേറ്ററിൽ ഡിഫറൻസ് ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഡിനോമിനേറ്റർ ആയിരിക്കും കൂടുതൽ, ഇതിന്റെ ഡിനോമിനേറ്റർ കുറവായിരിക്കും. അതായത് ഈ ഡിനോമിനേറ്റർ ആയിരിക്കും വലിയ ഡിനോമിനേറ്റർ, ഈ ഡിനോമിനേറ്റർ ആയിരിക്കും ചെറിയ ഡിനോമിനേറ്റർ. ചെറിയ ഡിനോമിനേറ്റർ ആണെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ വാല്യൂ കൂടുതലായിരിക്കും, ഫ്രാക്ഷന്റെ വാല്യൂ കൂടുതലായിരിക്കും. വലിയ ഡിനോമിനേറ്റർ ആണെങ്കിൽ തീർച്ചയായിട്ടും ഫ്രാക്ഷന്റെ വാല്യൂ കുറവായിരിക്കും. അപ്പോൾ അപ്സ്ട്രീം ഡൗൺ സ്ട്രീം ഉദ്ദേശിക്കുന്നത് T12. നമുക്ക് ആ ഫ്ലോവിന്റെ സെയിം നമുക്കിപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ താഴത്തേക്ക് ഒഴുകുകയാണെങ്കിൽ ആ താഴത്തേക്ക് ഒഴുകുന്ന ഡയറക്ഷനിൽ പോകുന്ന സമയത്ത് നമുക്ക് തീർച്ചയായിട്ടും സമയം കുറവ് മതി. അതായത് നമുക്കിപ്പോൾ നീന്തുകയാണെങ്കിൽ ആ എന്താ പറയാ ആ ഫ്ലോവിന്റെ സെയിം ഡയറക്ഷൻ, ഒഴുക്കിനെതിരെ നീന്തുക, ഒഴുക്കിനൊപ്പം നീന്തുക എന്ന് പറയുമല്ലോ. ഒഴുക്കിനൊപ്പം നീന്താൻ കുറച്ചുകൂടി എളുപ്പമാണ്, അതേസമയം ഒഴുക്കിന് ഓപ്പോസിറ്റ് ആയിട്ട് നീന്താൻ കുറച്ചുകൂടി ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഒഴുക്കിനൊപ്പം നീന്തുമ്പോൾ നമുക്ക് സമയം കുറവ് മതി, ഒഴുക്കിനെതിരായിട്ട് നീന്തുമ്പോൾ നമുക്ക് സമയം കൂടുതൽ വേണം. അതേപോലെ തന്നെ ഈ ബീമിനെ ട്രാൻസ്മിറ്റ് ചെയ്യണമെങ്കിലും ഒഴുക്കിനൊപ്പമാണ് ബീം ട്രാൻസ്മിറ്റ് ചെയ്യണമെങ്കിൽ സമയം കുറവ് മതി, ഒഴുക്കിന് ഓപ്പോസിറ്റ് ആയിട്ടാണെങ്കിൽ സമയം കൂടുതൽ വേണം. ഓക്കെ, ഇതാ ട്രാൻസിറ്റ് ടൈപ്പ് ഫ്ലോ മീറ്റർ. നമ്മൾ നേരത്തെ ഒരു ഫൈ എന്നുള്ള ആംഗിൾ, എങ്ങനെയാണ് ആ ഫൈ എന്നുള്ള ആംഗിൾ മേക്ക് ചെയ്യണമെന്നതിന്റെ റെപ്രസെന്റേഷൻ ആണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ട്രാൻസിറ്റ് ടൈമിലെ എക്സ്പ്രഷൻ ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു എക്സ്പ്രഷൻ എഴുതുന്നതിന്റെ ഒപ്പം തന്നെ ഈ ഒരു ഫിഗറും കൂടെ വരച്ചാൽ മാത്രമേ ആ ഫൈ എന്ന് പറഞ്ഞ ആൾക്കൊരു അർത്ഥമുള്ളൂ കേട്ടോ. എന്താണ് ഫൈ എന്ന് പറഞ്ഞാൽ? നമ്മൾ ഫൈ എന്ന് പറയുന്നത് ആംഗിൾ ബിറ്റ്വീൻ ദി ആക്ട്സ് അറ്റ് ദി എന്താ പറയുക എയിംസ് ഓഫ് ദി കോൺഡ്യൂട്ട് ആൻഡ് ദി അക്വസ്റ്റിക് പാത്ത്. അക്വസ്റ്റിക് പാത്തും ആ കോൺഡ്യൂട്ട് ആയിട്ടുള്ള മേക്ക് ചെയ്യുന്ന ആംഗിൾ, കോൺഡ്യൂട്ടിന്റെ സെന്ററും അതായത് ഈ സെന്ററും അക്വസ്റ്റിക് പാത്തും തമ്മിൽ മേക്ക് ചെയ്യുന്ന ആംഗിൾ. ഓക്കെ, അതുപോലെ തന്നെ ട്രാൻസിറ്റ് ടൈം ഫ്ലോ മീറ്ററിൽ നമുക്ക് എത്രത്തോളമാണ് അതിന്റെ മീൻ ആക്സിയൽ വെലോസിറ്റി നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റുക? ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് മീൻ ആക്സിയൽ വെലോസിറ്റി കണ്ടുപിടിക്കാൻ പറ്റും. മീൻ ആക്സിയൽ വെലോസിറ്റി ഈ ഒരു ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് നമ്മൾ കണ്ടുപിടിക്കുക. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞു രണ്ടിന്റെയും തമ്മിലുള്ള ടൈമിന്റെ ഡിഫറൻസ് ആണ്. രണ്ടിന്റെയും ടൈമിന്റെ ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഇക്വേഷനകത്ത് ഈ ആൾക്കാരൊക്കെ സെയിം ആണ്, ആ ടൈമിന്റെ ഡിഫറൻസ് വരുന്ന ടേമിനെ മാത്രം നമ്മൾ മാറ്റിയിട്ട് എഴുതിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ആ എക്സ്പ്രഷൻ നമ്മൾ ഒന്നുകൂടെ 2 cos phi എന്ന് പറയുന്നത് sin 2, ആ എക്സ്പ്രഷൻ നമ്മൾ 2 sin phi cos phi ആക്കി മാറ്റിയതിന് ശേഷം കൺവേർട്ട് ചെയ്ത് എഴുതിയിട്ടുള്ള ഇക്വേഷൻ ആണ് കേട്ടോ. ഓക്കെ, ഇനി അൾട്രാസോണിക് ഫ്ലോ മീറ്ററിന്റെ യൂസ് പറയുന്നുണ്ട്, അതുപോലെ തന്നെ അതിന്റെ അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജ്. ട്രാൻസിറ്റ് ടൈം നമുക്ക് ക്ലിയർ ആയിട്ടുള്ള ലിക്വിഡിനാണ്, വെള്ളം പോലെ ക്ലിയർ ആയിട്ടുള്ള ലിക്വിഡിനാണ്. അതുപോലെ തന്നെ അതേസമയം ഡോപ്ലർ ടൈപ്പ് ആണെങ്കിൽ സസ്പെൻഡഡ് പാർട്ടിക്കിൾസ് ഉള്ളതിനാണ് നമ്മൾ ഉപയോഗിക്കുക. ആ ഒരു ഡിഫറൻസ് ഒക്കെ നമ്മൾ പറഞ്ഞു. അതിന്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും ഒക്കെ നമ്മൾ അൾട്രാസോണിക് ഫ്ലോ മീറ്ററിന്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഡോപ്ലർ ടൈപ്പ് ആണെങ്കിൽ തിരിച്ചും. ഓക്കെ, സോ അടുത്ത നമുക്ക് ടോപ്പിക് ഉള്ളത് പീസോ ഇലക്ട്രിക് ഫോഴ്സ് ട്രാൻസ്ഡ്യൂസർ ആണ്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഓൾ.